ചേട്ടാ നമസ്കാരം. നമസ്കാരം. അങ്ങനെ വളരെ വലിയ ഒരു അനിശ്ചിതത്വത്തിനൊടുവിൽ കേരള മുഖ്യമന്ത്രിയെ സെലക്ട് ചെയ്തു, വി.ഡി. സതീശൻ. എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും 14 ദിവസം വോട്ടെടുപ്പിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം 14 ദിവസം എടുത്തു. ഈ 14 ദിവസത്തിന് ശേഷം കേരളത്തിന് ഒരു മുഖ്യമന്ത്രിയെ ലഭിച്ചിരിക്കുകയാണ്. വളരെ കേരളത്തിലെ ജനങ്ങളുടെ ആശങ്ക ഇത്രയും ദിവസം നീട്ടിക്കൊണ്ടുപോയ കോൺഗ്രസിൻ്റെ ഒരു സ്ഥിതിവിശേഷം, വളരെ പ്രബലരായിട്ടുള്ള 3 നേതാക്കന്മാർ തെരഞ്ഞെടുപ്പിന് മുൻപ് ഞാൻ കേരളത്തിലെ മുഖ്യമന്ത്രി പദത്തിലേക്ക് അവകാശവാദം ഉന്നയിക്കില്ലെന്ന് പറഞ്ഞ ദേശീയ നേതൃത്വത്തിലുള്ള ഒരാളും അതോടൊപ്പം കേരളത്തിലെ വളരെ സീനിയറായിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവും തെരഞ്ഞെടുപ്പ് വേള വരെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവായിരുന്ന വ്യക്തിയും തമ്മിലായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ബലാബലത്തിലുണ്ടായിരുന്നു. അവസാന നിമിഷം വരെയും ദേശീയ നേതൃത്വത്തിന് താല്പര്യമുള്ള കെ.സി. വേണുഗോപാലായിരിക്കും എന്നുള്ളതായിരുന്നു ബഹുഭൂരിപക്ഷം ആളുകളുടെയും ചിന്തകളിലേക്ക് കടന്നു വന്നത്. പക്ഷേ കേരളത്തിനിപ്പോൾ ഒരു മുഖ്യമന്ത്രി കിട്ടി, ഉസ്താദ് വി.ഡി. സതീശൻ. അതെ, ഉസ്താദ് വി.ഡി. സതീശനാണ് കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഈ ഉസ്താദിന് എന്താ ഒരു പ്രത്യേകത? ഉസ്താദ് എന്ന് വിളിപ്പേര് വരാൻ കാരണം എന്താ? ഉസ്താദ് എന്ന് നമ്മൾ ആരെയാണ് ഈ സമൂഹത്തിൽ അറിയപ്പെടുന്നത്? മുസ്ലിം സമുദായത്തിലെ മതപാഠശാലകളിലും അതോടൊപ്പം തന്നെ അവരുടെ ആരാധനാലയങ്ങളിലുമൊക്കെ ചുമതല വഹിക്കുന്ന വ്യക്തികളാണ് ഉസ്താദുമാർ. ഒരുപക്ഷെ മുസ്ലിം മത പണ്ഡിതർ പോലും വ്യാഖ്യാനങ്ങൾ നൽകാത്ത തരത്തിൽ ഇസ്ലാമിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിനിടയിൽ കടന്നുകൂടിക്കൊണ്ടാണ് വി.ഡി. സതീശൻ തൻ്റെ മുഖ്യമന്ത്രി പദം അരക്കിട്ടുറപ്പിച്ചത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പത്രക്കാരെ മുഴുവനായിട്ട് വി.ഡി. സതീശൻ വിഡ്ഢികളാക്കി എന്നുള്ളതാണ്. പത്രക്കാർക്ക് ബുദ്ധിയില്ലാത്തവരല്ല എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ആ ബുദ്ധിയുള്ള പത്രക്കാരെ പോലും അദ്ദേഹം വളരെ വ്യക്തമായി വിഡ്ഢികളാക്കിയിരിക്കുകയാണ്. എന്ന് പറയാൻ കാരണം ഇന്ത്യ മഹാരാജ്യത്തിലെ രാഷ്ട്രീയ യാഥാർത്ഥ്യം എന്ന് തിരിച്ചറിഞ്ഞ വ്യക്തിയാണ് വി.ഡി. സതീശൻ. അതാണ് എനിക്കിതിൽ നിന്ന് അനുമാനിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഭാരതത്തിലെ ഈ ഇപ്പോൾ നിലനിൽക്കുന്ന രാഷ്ട്രീയ പശ്ചാത്തലമൊന്ന് നമുക്ക് ചിന്തിച്ചു നോക്കും. ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലും ബി.ജെ.പിയും ദേശീയ ജനാധിപത്യ സഖ്യം നയിക്കുന്ന സർക്കാരുകളാണ്. ഒരു കാലത്ത് കോൺഗ്രസിന് വലിയ ആധിപത്യം ഉണ്ടായിരുന്ന സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഭാരതീയ ജനതാ പാർട്ടി തുടർച്ചയായി അധികാരത്തിൽ വരുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് മാറിക്കഴിഞ്ഞു. ഇത് കോൺഗ്രസിന് നേതൃത്വം നൽകുന്ന രാഹുൽ ഗാന്ധിയും അതോടൊപ്പം പ്രിയങ്ക ഗാന്ധിയും വടക്കേ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത് നിന്ന് മത്സരിച്ചാൽ അവർക്ക് വ്യക്തമായി ജയിക്കാൻ കഴിയുമെന്ന് നിശ്ചയമുണ്ട്. തീർച്ചയായിട്ടും ഞാൻ അത് രാഹുൽ ഗാന്ധിയെ കോട്ട് ചെയ്യാൻ കാരണമുണ്ട്. ഇന്നലെ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ്, അതായത് ഇനി രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കേരളത്തിൽ വന്ന് മത്സരിച്ചാൽ നിങ്ങൾ ഇനി ക്ലച്ച് പിടിക്കില്ല. കേരളത്തിൻ്റെ ആവശ്യം വി.ഡി. സതീശനെ പോലുള്ള ആളുകൾ മുഖ്യമന്ത്രിയാകുക എന്നുള്ളതാണ്. അപ്പോൾ എന്നിട്ടൊരു അമേഠിയിൽ നിന്നാണ് അദ്ദേഹം സാധാരണ, അപ്പോൾ അത് അമേഠി വീണ്ടും കേരളത്തിൽ ആവർത്തിക്കും എന്നുള്ള ഒരു ഭീഷണിയായിരുന്നു കേരളത്തിനകത്തുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ, അതായത് വി.ഡി. സതീശനെ അനുകൂലിക്കുന്നവർ എഴുതിവിട്ട ഒരു കുറിപ്പാണ് എനിക്കിപ്പോൾ ഓർമ്മ വന്നത്. അപ്പോൾ അതിൽ പേടിച്ചിട്ടാണോ, അതിൽ ഭയന്നിട്ടാണോ ഇങ്ങനെ കേന്ദ്ര നേതൃത്വം വി.ഡി. സതീശനെ ഇവിടെ മുഖ്യമന്ത്രിയാക്കിയത്? അതെ, അതിലേക്കാണ് ഞാൻ പറഞ്ഞു വന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. കാരണം കേരളത്തിൽ ആദ്യം മത്സരിച്ച രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിച്ചു. അദ്ദേഹം മറ്റൊരു പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിച്ച് വിജയിച്ചതുകൊണ്ട് വയനാട്ടിൽ നിന്നും സ്ഥാനം രാജിവെച്ചു. ആ സ്ഥാനം രാജിവെക്കുമ്പോൾ അദ്ദേഹം എന്തുകൊണ്ട് വയനാടിനെ സെലക്ട് ചെയ്തു എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു ചോദ്യം ഉയരണ്ടേ? അതെ, വയനാട്ടിൽ അദ്ദേഹം വിജയിച്ചപ്പോൾ പാറിപ്പറന്ന പതാക ഏതാണെന്ന് ഇന്ത്യ മഹാരാജ്യം മുഴുവൻ ചർച്ച ചെയ്തതാണ്. രാഷ്ട്രീയ നിരീക്ഷകരും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുള്ള നേതാക്കന്മാരും ഒക്കെ മാധ്യമങ്ങളും ഒക്കെ ചർച്ച ചെയ്തതാണ്. അപ്പോൾ വയനാട് പോലെയുള്ള സുരക്ഷിത മണ്ഡലം എന്ന് പറയുന്നതിൻ്റെ കാരണം തന്നെ ആ വയനാട് കോഴിക്കോട് ജില്ലയുടെ ബഹുഭൂരിപക്ഷം മണ്ഡലങ്ങളും ഉൾപ്പെടുന്നതാണ് വയനാട് പാർലമെന്റ് മണ്ഡലം. വളരെ വ്യക്തമായി പറഞ്ഞാൽ മുസ്ലിം മതവിഭാഗങ്ങൾക്ക് അല്ലെങ്കിൽ മുസ്ലിം മൈനോറിറ്റിക്ക് നിർണായകമായ സ്വാധീനമുള്ള ബഹുഭൂരിപക്ഷം വോട്ട് ശതമാനമുള്ള ഒരു പാർലമെന്റ് മണ്ഡലം. ആ പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിച്ചാൽ മാത്രമേ കോൺഗ്രസിന്റെ രാജകുമാരനോ രാജകുമാരിയോ ആയിട്ടുള്ള ആളുകൾക്ക് ഇന്ത്യൻ പാർലമെന്റിലേക്ക് കടന്നുകൂടാൻ കഴിയൂ.
അതാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്ന യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം, രാഷ്ട്രീയ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ വ്യക്തിയാണ് വി ഡി സതീശൻ. അതുകൊണ്ടാണ് വി ഡി സതീശൻ വളരെ വ്യക്തമായ നിലപാടുകൾ, വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയാണ് അദ്ദേഹം നിലപാടുകൾ സ്വീകരിച്ചത്. പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയം മുതൽ അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാടുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏറ്റവും ഒടുവിലായി കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിന്റെ ഏറ്റവും പ്രബലമായിട്ടുള്ള ഒരു വിഭാഗത്തിൽ വരുന്ന ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ, അദ്ദേഹത്തിനെതിരെ വളരെ വ്യക്തമായിട്ടുള്ള ആരോപണങ്ങളും രൂക്ഷമായിട്ടുള്ള രാഷ്ട്രീയ ആക്രമണങ്ങളും നടത്തിയ ഒരു വ്യക്തി ആരാണ്? അത് മാത്രമല്ല, അദ്ദേഹം മലപ്പുറത്ത് നടക്കുന്ന, മലപ്പുറം ജില്ലയിൽ നിലനിൽക്കുന്ന ചില സത്യങ്ങൾ വെള്ളാപ്പള്ളി നടേശൻ വിളിച്ചു പറഞ്ഞു. ആ വിളിച്ചു പറഞ്ഞതിനെ എതിർത്ത ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ്. വയസ്സ് 90 അതുകൊണ്ട് ആ പ്രായം മാനിച്ച് ഞാൻ പറയുന്നില്ല. അതെ, പക്ഷേ ചില മതേതരത്തിനെതിരെ പറഞ്ഞാൽ ഞാൻ സംസാരിക്കും എന്നാണ് വി ഡി സതീശൻ അവിടെയും ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു നിലപാട് സ്വീകരിക്കുകയായിരുന്നു. കാരണം അതിലൂടെ മുസ്ലിം ലീഗിന്റെ അല്ലെങ്കിൽ മുസ്ലിം ജനവിഭാഗത്തിന്റെ സ്വാധീനം അരക്കിട്ടുറപ്പിക്കുക. ഇസ്ലാമിനെ കുറിച്ച് മറ്റ് മതപണ്ഡിതർ, ഇസ്ലാമിന്റെ തന്നെ മതപണ്ഡിതർ വ്യാഖ്യാനിച്ചതിനേക്കാൾ വളരെ വിശദമായിട്ടാണ്, വളരെ വിശാലമായിട്ടാണ്, സയന്റിഫിക് ആയിട്ടൊക്കെയാണ് വി ഡി സതീശൻ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ചില സമയങ്ങളിൽ വിശദീകരിച്ചത്. ഈ മുഖ്യമന്ത്രി സ്ഥാനത്തെ കുറിച്ചുള്ള താങ്കളുടെ ചോദ്യം അതായിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആര് വരണമെന്നുള്ളത്. കെ സി വേണുഗോപാലിനെ കുറിച്ച് നമുക്കറിയാം. ഇന്ന് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കന്മാരിൽ AICCയുമായി ഇത്രയും അഭേദ്യമായിട്ടുള്ള ബന്ധമുള്ള മറ്റൊരു നേതാവും ഇന്നില്ല. ഒരുപക്ഷെ പരിണിതപ്രജ്ഞനായിട്ടുള്ള ശ്രീമാൻ AK ആന്റണി, അദ്ദേഹത്തെ അവർ ബഹുമാനിക്കുന്നുണ്ട്, അവർ ആദരിക്കുന്നുണ്ട്, ഒക്കെ ശരിയാണെങ്കിൽ പോലും കറന്റ് പൊളിറ്റിക്സിൽ, കോൺഗ്രസ് പൊളിറ്റിക്സിനകത്ത് KC വേണുഗോപാലിനോടൊപ്പം അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം സ്വാധീനമുള്ള മറ്റൊരു രാഷ്ട്രീയ നേതാവ് ഇന്ന് കേരളത്തിലില്ല. ആ KC വേണുഗോപാലിനപ്പുറം നിഷ്കരണം രാഹുൽ ഗാന്ധി തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. തീർച്ചയായും തന്റെ പാർലമെന്റിലെ പ്രവർത്തനങ്ങൾക്കും രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കുമൊക്കെ എല്ലാം സഹായിയായി കൂടെ നിന്ന KC വേണുഗോപാലിനെയാണ് നിഷ്കരണം അദ്ദേഹം തള്ളിക്കളഞ്ഞത്. അതോടൊപ്പം കോൺഗ്രസിന്റെ അദ്ദേഹത്തിന് ലഭിക്കാൻ കഴിയുന്ന ഏറ്റവും മഹത്തായ ഒരു സ്ഥാനം എന്ന് പറയുന്നത് AICCയുടെ പ്രസിഡന്റ് പദവിയായിരിക്കും. അത് ഖാർഗെ മാറിയാൽ അടുത്ത അദ്ദേഹത്തിൽ നിന്നാണ് പറയുന്നത്. അല്ല, ഖാർഗെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അവർക്ക് ഒഴിവാക്കാൻ കഴിയും. അല്ല, അടുത്ത ടൈമിൽ അങ്ങനെ ഒരു സെറ്റിൽമെന്റ് ആണ് പറഞ്ഞിരിക്കുന്നു എന്നാണ് മാധ്യമങ്ങളിലൂടെ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. തീർച്ചയായിട്ടും അങ്ങനെ ഉള്ള ഒരു കോംപ്രമൈസിലേക്ക്, കാരണം ഇന്ന് രാവിലെ 9 മണി മുതൽ തുടങ്ങിയ ചർച്ച എത്ര മണിക്കൂർ നീണ്ടതാണെന്ന് നമ്മൾ കാണുന്നു. 11:30 മണിയോടുകൂടിയൊക്കെയാണ് KC വേണുഗോപാൽ അടക്കമുള്ള ആളുകൾ രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അപ്പൊ ഇത്രയും ദീർഘമായിട്ടുള്ള ഒരു ചർച്ച നടത്തിയിട്ടാണ് അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ കഴിഞ്ഞത്. രാഹുൽ ഗാന്ധിക്ക് ന്യായീകരിക്കാനില്ല, പ്രിയങ്ക ഗാന്ധിയും കൂടെ അവിടെ എത്തിച്ചേരുന്നു. അതെ, അതിനും മുൻപുണ്ടായ സംഭവ വികാസം എന്താണ്? ഏറ്റവും ഒടുവിലായി വന്നിട്ടുള്ള ലീഗിന്റെ അന്ത്യശാസനമുണ്ട്. മുഖ്യമന്ത്രിയെ പ്രസ്താവിക്കുന്ന പത്രസമ്മേളനത്തിന് മുൻപ് ലീഗിനെ അറിയിക്കണമെന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് അവർ ചെയ്തു. കൃത്യമായി ചെയ്യാതിരിക്കാൻ കഴിയില്ല. ചെയ്തു. അത് ചെയ്തില്ലെങ്കിൽ ഇന്ത്യൻ പാർലമെന്റിലേക്ക് കടന്നെത്താൻ കഴിയില്ല പ്രിയങ്ക ഗാന്ധിക്ക്. മറ്റൊരു നഗ്നമായ സത്യം നിലനിൽക്കുന്നുണ്ട്. ഞാനിപ്പോ ഈ അടുത്ത സമയത്ത് കേട്ടതാണ്, ഈ വാർത്തകൾ ശ്രദ്ധിക്കുന്ന കേട്ടതാണ്. എനിക്ക് തോന്നുന്നു ഏഷ്യാനെറ്റിലെ വിനുവാണെന്ന് തോന്നുന്നു, ശ്രീ വിനുവാണെന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പ് ഒരു മതേതര തെരഞ്ഞെടുപ്പായിരുന്നു എന്നാ പറഞ്ഞത്. അദ്ദേഹം ഏതർത്ഥത്തിലാണ് വാർത്താ മാധ്യമങ്ങളിലൂടെ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നത് എനിക്കറിയില്ല. ഇന്ന് NSS ഇതിന് ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. അല്ല, NSS ശക്തമായി ഈ അവസരത്തിൽ പ്രതികരിച്ചിട്ട് കാര്യമില്ലല്ലോ. NSSും SNDPയും അടക്കമുള്ള കേരളത്തിലെ ഹൈന്ദവ സമൂഹങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്, തിരിച്ചറിയേണ്ടതുണ്ട് കേരളത്തിലെ യാഥാർത്ഥ്യം എന്താണെന്ന്. പ്രബലമായിട്ടുള്ള ഹൈന്ദവ സമൂഹങ്ങൾ, ഈ സമുദായങ്ങൾ ഈ രണ്ടുമാണ്. അതോടൊപ്പം ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ പിന്നോക്ക സമുദായങ്ങളുണ്ട്. ഈ കേരളത്തിലെ ജനസംഖ്യയുടെ 56% ഹൈന്ദവ സമൂഹമാണ്. ഭൂരിപക്ഷം. ആ ഭൂരിപക്ഷ സമൂഹത്തിന്റെ വാക്കുകൾ മുഖവിലക്കെടുക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ തന്നെ കഴിഞ്ഞ ടൈമില് അഞ്ചാം മന്ത്രി വിവാദം അത് NSS ആണ് പ്രതിരോധിക്കാൻ വേണ്ടി വന്നത്. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ ഒരു പ്രതിരോധം ആണ്. ചെന്നിത്തല ഇത്തവണ പ്രതിരോധിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ പ്രതിരോധിക്കാൻ NSSനും
SNDPക്ക് ഒന്നും പ്രതിരോധിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അതിലും മേലെയായി കഴിഞ്ഞു ലീഗിന്റെ രാഷ്ട്രീയ സ്വാധീനം കോൺഗ്രസിനകത്ത്.